നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അമൃത ഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി സന്ദർശിച്ചു. പദയാത്രയുടെ ഭാഗമായാണ് എ.പി. അബ്ദുള്ളക്കുട്ടി അങ്ങാടിപ്പുറത്തെത്തിയത്. ഈ മാസം 26-ന് പ്രധാനമന്ത്രി നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കും. ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി വെള്ളിയാഴ്ച രാവിലെയോടെയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത്. പദയാത്രയുടെ ഭാഗമായാണ് എ.പി. അബ്ദുള്ളക്കുട്ടി അങ്ങാടിപ്പുറത്തെത്തിയത്. അമൃത് ഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നവീകരണ പ്രവൃത്തികൾ അദ്ദേഹം വിലയിരുത്തി. വികസനം അതെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയിലെ അര ഡസനോളം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വെർച്വലായിട്ട് 26-ാം തീയതി നടക്കുകയാണ്. ഈ മാസം 26-ന് പ്രധാനമന്ത്രി നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷനായി ഉയർത്തി വികസന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ 9 സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് 26-ന് നടക്കുക. കുറ്റിപ്പുറം, നിലമ്പൂർ, അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12:30-നാണ് ഉദ്ഘാടന ചടങ്ങ്. ഇതോടനുബന്ധിച്ച് ഓരോ സ്റ്റേഷനിലും പ്രത്യേക ചടങ്ങുകൾ നടക്കും. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. സുധീർ, ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പി.വി. രാജൻ, ജനറൽ സെക്രട്ടറിമാരായ പി.ആർ. രശ്മിൽനാഥ, ബി. രതീഷ് എന്നിവരും അനുഗമിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.